വെൽക്കം ടു എഞ്ചിനീയറിംഗ് ABCD. എഞ്ചിനീയറിംഗ് ABCDയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർട്ടൻ ഫിഗേഴ്സ് പ്രോബ്ലത്തിൻ്റെ രൂപത്തിലൂടെ പഠിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അതാണ് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. അതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ഫിഗേഴ്സിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതിൻ്റെയും അതിൻ്റെ ഫോർമുലാസ് എല്ലാമാണ് പഠിച്ചത്. അപ്പോൾ ഈ രണ്ട് വീഡിയോസും നമ്മുടെ ഐ ബട്ടണിൽ, വീഡിയോയുടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഐ ബട്ടണിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് ഒരു എൽ സെക്ഷൻ തന്നിട്ടുണ്ട്, എൽ സെക്ഷൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എൽ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എബൌട്ട് സം റെഫറൻസ് ആക്സിസ് ആയിരിക്കും നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് എബൌട്ട് സം റെഫറൻസ് ആക്സിസ് ആയിരിക്കും. ആ റെഫറൻസ് ആക്സിസ് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസുമാണ്. സോ എബൌട്ട് എക്സ് ആൻഡ് വൈ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഹോൾ ഫിഗർ. സോ ഇതൊരു കോംപ്ലക്സ് ഫിഗർ ആയ സ്ഥിതിക്ക്, അപ്പോൾ ഈ കോംപ്ലക്സ് ഫിഗറിനെ നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? ഇങ്ങനത്തെ കോംപ്ലക്സ് ഫിഗേഴ്സിന്റെ യെസ്, ഇതിനെ നമ്മൾ രണ്ടായിട്ടോ മൂന്നായിട്ടോ സ്പ്ലിറ്റ് ചെയ്യും. നോൺ ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഞാനിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫിഗർ, ഇതാണ് എൻ്റെ സെക്കൻഡ് ഫിഗർ. ഓക്കെ, ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് ഓഫ് ദിസ് ഹോൾ ഫിഗർ വിൽ ബി മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് ഡ്യൂ ടു ദി ഫസ്റ്റ് ഫിഗർ പ്ലസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെക്കൻഡ് ഫിഗർ എബൌട്ട് എക്സ് ആക്സിസ്. ഇങ്ങനെയായിരിക്കും നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. അതേപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് വൈ ആക്സിസ് എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ള ഫസ്റ്റ് ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള സെക്കൻഡ് ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വെച്ച് കണ്ടുപിടിക്കുമ്പോഴായിരിക്കും നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഹോൾ ഫിഗർ അബൌട്ട് വൈ ആക്സിസ് കിട്ടുന്നത്. സോ നമുക്ക് എങ്ങനെയാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഫിഗറിനെ റീഡ്രോ ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നോക്കുക. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ്. അതേപോലെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഈ റെക്റ്റാങ്കിളിന്റെ സെൻട്രോയിഡ്, ഫസ്റ്റ് ബോഡിയുടെ സെൻട്രോയിഡ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് G1 ആണ്. ശ്രദ്ധിക്കുക, ഈ G1ൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് ആക്സിസ് എനിക്ക് വരയ്ക്കാം. ഒന്ന് എക്സിന് പാരലലായിട്ട് വരയ്ക്കാം, വേറെ ഒരെണ്ണം വൈക്ക് പാരലലായിട്ട് വരയ്ക്കാം. ഇപ്പൊ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഫസ്റ്റ് ഫിഗർ എബൌട്ട് ഏത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ് ആണ്. സോ എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ജി കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് വേണം ഞാനിപ്പോൾ കൺസിഡർ ചെയ്യാൻ. ഇനി ഓർത്തോളുക, നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ബേസിക് ഫിഗേഴ്സ് പഠിച്ചിരുന്നപ്പോൾ എല്ലാ ബേസിക് ഫിഗേഴ്സിന്റെയും സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ സെൻട്രോയിഡൽ ആക്സിസ് വിൽ ബി ഈക്വൽ ടു ഇതിപ്പോ G1ൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ് A1 B1. ഈ A1 എബൌട്ട് A1 B1 വാട്ട് വിൽ ബി ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഫിഗർ? അതായത് I A1 B1 ഫോർ ദി ഫസ്റ്റ് ഫിഗർ വിൽ ബി ഈക്വൽ ടു പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12. പാരലൽ സൈഡ് എന്ന് പറയുന്നത് 10 ആണ്, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 2 ആണ്. പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12 എന്ന് പറയുന്നതായിരിക്കും എബൌട്ട് A1 B1, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, എനിക്ക് ഈ ഫസ്റ്റ് ഫിഗറിന്റെ എബൌട്ട് A1 B1 ആണോ വേണ്ടത്? അല്ല, ഏത് ആക്സിസിന് എബൌട്ട് ആണ് വേണ്ടത്? എനിക്ക് വേണ്ടത് എബൌട്ട് എക്സ് ആക്സിസ് ആണ്. പാരലൽ ആക്സിസ് തിയറം ഇത് റിക്ലക്ട് ചെയ്യാം. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പ്രകാരം എനിക്ക് A1 B1 ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ എനിക്ക് അതിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ആക്സിസിലേക്ക് വേണമെങ്കിലും ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ
ഈ തിയറം പ്രകാരം എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ തിയറം പറയുന്നത് എന്തായിരുന്നു? ഐ എബൌട്ട് എക്സ് ആക്സിസ് വിൽ ബി ഈക്വൽ ടു ഐ a1 b1 പ്ലസ് a ഇൻറ്റു എച്ച് സ്ക്വയർ. അപ്പോൾ ഇതിൽ എബൌട്ട് എക്സ് എക്സ് ആക്സിസ് എനിക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേണമെന്നുണ്ടെങ്കിൽ എബൌട്ട് എ ബി ആക്സിസ് a1 b1 ആക്സിസിൽ എനിക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക പ്ലസ് എ എച്ച് സ്ക്വയർ എന്നാണ്. അപ്പോൾ എ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ, എച്ച് എന്ന് പറയുന്നത് ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഐ എക്സ് എക്സ് ഫോർ ദി ഫസ്റ്റ് ഫിഗർ കിട്ടും. ഇത് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഫസ്റ്റ് ഫിഗർ എബൌട്ട് എക്സ് ആക്സിസ് കിട്ടും. ഇതേപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെക്കൻഡ് ഫിഗർ എബൌട്ട് എക്സ് ആക്സിസ് കണ്ടുപിടിക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. സെക്കൻഡ് ഫിഗറിന്റെ സെൻട്രോയിഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് G2. സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന എന്നാൽ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് A2 B2. എനിക്ക് സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് എനിക്ക് ബേസിക് ഫിഗേഴ്സിൽ നിന്ന് അറിയുന്നത്. അപ്പോൾ ബേസിക് ഫിഗർ എബൌട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെക്കൻഡ് ഫിഗർ എബൌട്ട് A2 B2 എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12 ആയിരിക്കും. പാരലൽ എന്ന് പറയുന്നത് 2 ആണ്, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 8 ആണ്. 2 ഇൻറ്റു 8 ക്യൂബ് ബൈ 12 എന്ന് വരും. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് പാരലൽ ആക്സിസ് തിയറം. എനിക്കിത് ഈ ആക്സിസ് അറിയാം, എനിക്ക് ആ ആക്സിസിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? എക്സ് ആക്സിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഐ എക്സ് എക്സ് ഓഫ് ദി സെക്കൻഡ് ഫിഗർ വിൽ ബി ഈക്വൽ ടു ഐ A2 B2 പ്ലസ് എന്താണ്? എ എച്ച് സ്ക്വയർ ആണ്. സോ ഇത് വെച്ചിട്ട് എനിക്കിത് അറിയാം. 2 ഇൻറ്റു 8 ക്യൂബ് ബൈ 12 പ്ലസ് എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ ആണ് 8 ഇൻറ്റു 2 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്നത് ഈ A2 B2 എന്ന് പറയുന്ന ആക്സിസും എക്സ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് 6 ആണ് ഇൻറ്റു 6 സ്ക്വയർ. സോ ഈ രണ്ട് വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഫിഗർ അബൌട്ട് എക്സ് ആക്സിസ് കിട്ടും. ആ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 688 സെന്റിമീറ്റർ റേസ് ടു 4 എന്നാണ്. ഈ യൂണിറ്റ്സ് എല്ലാം സെന്റിമീറ്ററിലാണ്. അപ്പോൾ 688 സെന്റിമീറ്റർ റേസ് ടു 4 ആണ്. സോ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് IYY ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഹോൾ ഫിഗർ അബൌട്ട് YY ആക്സിസ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഫസ്റ്റ് ഫിഗർ അബൌട്ട് YY ആക്സിസ് പ്ലസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെക്കൻഡ് ഫിഗർ അബൌട്ട് YY ആക്സിസ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിനെ റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിന്റെ സെൻട്രോയിഡ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് G1 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആ G1ൽ കൂടെ പാസ് ചെയ്യുന്ന എനിക്ക് രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്യാം. ഒന്ന് എക്സിന് പാരലൽ ആയിട്ട്, ഒന്ന് വൈക്ക് പാരലൽ ആയിട്ട്. ഞാൻ നേരത്തെ എക്സിന് പാരലൽ ആയിട്ടുള്ളൊരു ആക്സിസ് ആണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, എന്നിട്ട് അതിനെ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് എക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് G1ൽ കൂടെ പാസ് ചെയ്യുന്ന വൈന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് ഈ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഞാൻ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? വൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഫസ്റ്റ് ഫിഗർ അബൌട്ട് A3 B3 എന്ന് പറയുന്നത് വൈക്ക് പാരലൽ ആണ്, വൈക്ക് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ആണ്. അപ്പോൾ A3 B3യിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12. പാരലൽ സൈഡ് എന്ന് പറയുന്നത് 2 ആണ്, പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത് 10 ആണ്. അതായത് 2 ഇൻറ്റു 10 ക്യൂബ് ബൈ 12. ശരിയല്ലേ? 2 ഇൻറ്റു 10 ക്യൂബ് ബൈ 12. ഇനി IYY ഓഫ് ദി സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എനിക്ക് എബൌട്ട് YY ആ വേണ്ടത്. എബൌട്ട് A3 B3 അറിയാം. അപ്പോൾ ഇവിടുന്ന് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 10 ക്യൂബ് ബൈ 12 പ്ലസ് AH സ്ക്വയർ ആണ്. A എന്ന് പറയുന്നത് 2 ഇൻറ്റു 10 ഇൻറ്റു H എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതിയാണ്. അപ്പോൾ 5 സ്ക്വയർ ആയിരിക്കും. അങ്ങനെ എനിക്ക് IYY 2 കിട്ടും. IYY 1 ആണ്. IYY 1 കിട്ടും. സെക്കൻഡ് ഫിഗറിനെ നോക്കാം. സെക്കൻഡ് ഫിഗറിന്റെ IYY 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? എബൌട്ട് A4 B4 ആക്സിസ് കണ്ടുപിടിക്കുക. എബൌട്ട് A4 B4 എന്ന് പറയുന്നത് പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12. പാരലൽ എന്ന് പറയുന്നത് 8 ആണ്. 8 ഇൻറ്റു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ക്യൂബ് ബൈ 12. ഇതെന്ന് പറയുന്നത് എബൌട്ട് A4 B4 ആണ് കിട്ടിയത്. പ്ലസ് AH സ്ക്വയർ ആണ്. A എന്ന് പറയുന്നത് 8 ഇൻറ്റു 2 ഇൻറ്റു H എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സസ്. ഈ ആക്സസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2ന്റെ പകുതി ആയിരിക്കും. 1 സ്ക്വയർ കിട്ടും. ഈ രണ്ട് വാല്യൂസും നമ്മൾ IYYയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 688 സെന്റിമീറ്റർ റേസ് ടു 4 എന്നാണ്. ഓക്കെ, അപ്പോൾ ഹോപ്പ് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി നെക്സ്റ്റ് പ്രോബ്ലം. സോ അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കുക. അടുത്ത പ്രോബ്ലത്തിൽ ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സെൻട്രോയിഡൽ ആക്സിസ്.
അപ്പോൾ നേരത്തെ തൊട്ടു മുന്നത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഒരു എക്സ് ആക്സിസ് ഒരു വൈ ആക്സിസും തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഹോൾ ഫിഗർ അബൌട്ട് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് ആണ്. അപ്പോൾ ഈ കോംപ്ലക്സ് ഫിഗറിന്റെ സെൻട്രോയിഡ് എവിടെയാണെന്നുള്ളത് ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ആ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് ആക്സസ് നമ്മൾ വരയ്ക്കുക. അതായത് ഒരു എക്സ് ആക്സിസും വരയ്ക്കുക, ഒരു വൈ ആക്സിസും വരയ്ക്കുക. എന്നിട്ട് ആ രണ്ട് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഫിഗർ കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഏത് ആക്സിസിന് അബൌട്ട് ആണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് അത് ആദ്യം ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ സെൻട്രോയിഡൽ ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൻട്രോയിഡൽ ആക്സിസ് ഇതിനകത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആദ്യം സെൻട്രോയിഡ് എവിടെയാണെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സെൻട്രോയിഡ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ വീഡിയോയുടെ മുകളിലുള്ള ഐ ബട്ടണിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ ഫിഗറിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. ഹോപ്പ് എല്ലാവർക്കും സെൻട്രോയിഡ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഹോൾ ഫിഗറിനെ നോൺ ഫിഗേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നോൺ ഫിഗർ ആയിട്ട് ഒരു ഫസ്റ്റ് ഫിഗർ ഒരു സെക്കൻഡ് ഫിഗർ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അത് ഈ ഫസ്റ്റ് ഫിഗറിന്റെയും സെക്കൻഡ് ഫിഗറിന്റെയും സെൻട്രോയിഡ്സ് വെച്ചിട്ട് ഞാൻ ഈ ഹോൾ ഫിഗറിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കും. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ആയിരുന്നു എക്സ് ബാർ എന്ന് പറയുന്നത് a1x1 പ്ലസ് a2x2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് x1 എന്ന് പറയുന്നത് അപ്പോൾ ഫിഗറിന്റെ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ കൂടെ പോകുന്നതാണ് വൈ ആക്സിസ്, ഫിഗറിന്റെ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ കൂടെ പോകുന്നതാണ് എന്റെ എക്സ് ആക്സിസ്. അപ്പോൾ ഫിഗറിന്റെ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ കൂടെ പോകുന്ന വൈ ആക്സിസിൽ നിന്ന് ഫസ്റ്റ് ഫിഗറിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അതാണ് x1. അപ്പോൾ x1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? x1 എന്ന് പറയുന്നത് 125ന്റെ പകുതിയായിരിക്കും, അതായത് 62.5 ആയിരിക്കും. ഇനി x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? x2 എന്ന് പറയുന്നത് സെക്കൻഡ് ഫിഗറിന്റെ സെൻട്രോയിഡിൽ നിന്ന് വൈ ആക്സിസ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇതെന്ന് പറയുന്നത് 20 ആയിരുന്നു. അപ്പൊ 20യുടെ കറക്റ്റ് പകുതിയിലായിരിക്കും. അപ്പോൾ x2 എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓക്കെ. ഇനി a1 എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദിസ് ഫിഗർ 125 ഇൻറ്റു 20 ആണ്. ഇനി a2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് ഫിഗർ എന്ന് പറയുന്നത് 230 ഇൻറ്റു 20 ആണ്. 230 ഇൻറ്റു 20 ആണ്. അപ്പൊ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാർ കിട്ടാൻ പോകുന്നത് 28.49 mm എന്ന് കിട്ടും. വൈ ബാറിന്റെ ഇക്വേഷൻ അറിയാം. വൈ ബാർ ഈക്വൽ ടു a1 y1 പ്ലസ് a2 y2 ഡിവൈഡ് ബൈ a1 പ്ലസ് a2 ആണ്. ഇനി y1 എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ഫിഗർ. ഫസ്റ്റ് ഫിഗറിന്റെ സെൻട്രോയിഡിൽ നിന്നും എക്സ് ആക്സിസ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അതാണ് y1. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20യുടെ പകുതി ആയിരിക്കും, അത് 10 ആയിരിക്കും. ഇനി y2 എന്ന് പറയുന്നത് എന്തായിരിക്കും? y2 എന്ന് പറയുന്നത് സെക്കൻഡ് ഫിഗറിന്റെ സെൻട്രോയിഡിൽ നിന്നും എക്സ് ആക്സിസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് ഇത്രയും 230 ആണ്. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ 230/2 ആണ്. അതായത് ഇത്രയും എന്ന് പറയുന്നത് 230/2 ആണ്. 230/2 പ്ലസ് 20 അതായിരിക്കും y2. അതായത് 20 പ്ലസ് 230/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ബാർ എനിക്ക് കിട്ടാൻ പോകുന്നത് 91 mm എന്ന് കിട്ടും. ടോട്ടൽ ബോഡിയുടെ സെൻട്രോയിഡ് G ആണ്. ആ G ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ G എന്ന് പറയുന്നത് എക്സിൽ നിന്ന് 91 mm ഹൈറ്റിലും വൈയിൽ നിന്ന് 28.49 mm റൈറ്റ് സൈഡിലേക്ക് വേണം. അതാണ് ഈ പോയിന്റ് G. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഫിഗർ ആണ്. അപ്പൊ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് ആക്സിസ് എനിക്ക് കൺസിഡർ ചെയ്യാം. ഒരെണ്ണം എക്സും ഒരെണ്ണം വൈയും. അപ്പോൾ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസ്, അതിന് സപ്പോസ് ഞാൻ ഈ എക്സിനെ മാറ്റിയാണ് നിങ്ങൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു എക്സ് ആക്സിസ് ഉണ്ട്, അത് ഞാൻ എക്സ് ആക്സിസ് എന്ന് മാർക്ക് ചെയ്യുന്നു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് IXX, അതേപോലെ ഞാൻ ഈ വൈ മാറ്റിയാണ്. ഇനി ഈ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു വൈ ആക്സിസ് വരയ്ക്കുകയാണ്, അതാണ് IYY. അതേപോലെ IXXും IYYയും ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഐഡിയ റിമൈൻസ് ദി സെയിം. IXX എന്ന് പറയുന്നത് ഹോൾ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ആക്സിസ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? IXX എങ്ങനെ കണ്ടുപിടിക്കാം? തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ റിക്കളക്ട് ചെയ്യുക. IXX ഓഫ് ഫസ്റ്റ് ഫിഗർ പ്ലസ് IXX ഓഫ് സെക്കൻഡ് ഫിഗർ. ഫസ്റ്റ് ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് കണ്ടുപിടിക്കുക. അതോടൊപ്പം ഏത് ആഡ് ചെയ്യുക? സെക്കൻഡ് ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത് IXX
ഓഫ് ദി ഫസ്റ്റ് ഫിഗർ ആണ്. അപ്പൊ ഐ എക്സ് എക്സ് ഓഫ് ദി ഫസ്റ്റ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് എക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുക. ആ ആക്സിസ് എവിടെ കൂടെ പാസ് ചെയ്യേണ്ടത്? ആ ഫസ്റ്റ് ഫിഗറിന്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ആക്സിസ് ആണ് ഞാൻ A1 B1 സെലക്ട് ചെയ്തിരിക്കുന്നത്. എബൌട്ട് A1 B1 ഞാൻ ഈ ചെറിയ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ എക്സ് എക്സ് ആക്സിസിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഐ ഓഫ് ഫസ്റ്റ് ഫിഗർ അബൌട്ട് A1 B1 എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12. പാരലൽ എന്ന് പറഞ്ഞാൽ 125 ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 20 ആണ്. 20 ക്യൂബ് ബൈ 12. ഇനി ഐ എക്സ് എക്സ് അബൌട്ട് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? A1 B1ലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എനിക്കറിയാം. ആ A1 B1 എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h ആണ്. അങ്ങനെയാണെങ്കിൽ ഐ എക്സ് എക്സ് 1 എന്ന് പറയുന്നത് ഐ A1 B1 പ്ലസ് AH² ആണ്. അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഏതാണ്? ആക്ച്വലി പാരലൽ ആക്സിസ് തിയറമാണ്. അപ്പൊ പാരലൽ ആക്സിസ് തിയറത്തിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയത്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഐ എക്സ് എക്സ് എനിക്ക് കിട്ടാൻ പോകുന്നത് 125 ഇൻറ്റു 20 ക്യൂബ് ബൈ 12 പ്ലസ് AH². A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് ഫിഗർ ആണ്. 125 ഇൻറ്റു 20 ആണ്. ഇൻറ്റു h എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്കിതാ y ബാർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. y ബാർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 91. ഞാൻ കണ്ടുപിടിച്ചായിരുന്നു, തന്നിട്ടില്ലായിരുന്നു, സോറി, നമ്മൾ കണ്ടുപിടിച്ചതാണ്. y ബാർ എന്ന് പറയുന്നത് 91 ആണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് ആണ് 91. എന്നാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് എത്രയാണ്? 20യുടെ പകുതിയാണ്, 10 ആണ്. സോ ഈ ആക്സിസും ഈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 91 മൈനസ് 10 ചെയ്താൽ മതി. 91 മൈനസ് 10. അപ്പൊ അങ്ങനെ എനിക്ക് 91 മൈനസ് 10 ദി ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏത് കിട്ടും? ഐ എക്സ് എക്സ് 1 കിട്ടും. അതേപോലെ ഇതേ സിമിലർ പാറ്റേണിൽ നമ്മൾ ഐ എക്സ് എക്സ് 2 കണ്ടുപിടിക്കാം. അത് നോക്കാം. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് എന്ന് പറയുന്നത് എക്സ് എക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുക. അത് ഇതിൽ കൂടെ പാസ് ചെയ്യണം, അതിന്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യണം. എന്നിട്ട് അതിന്റെ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക. അതാണ് IA2 B2 എന്ന് പറയുന്നത്. IA2 B2 എന്ന് പറയുന്നത് എത്രയാണ്? പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12 ആണ്. പാരലൽ എന്ന് പറയുന്നത് എത്രയാ? 20 ഇൻറ്റു പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 230 ക്യൂബ് ബൈ 12 ആണ്. പ്ലസ് എനിക്കിപ്പോൾ ഈ അബൌട്ട് A2 B2 കിട്ടിയത്. എനിക്ക് ഏതാ വേണ്ടത്? അബൌട്ട് എക്സ് എക്സ് ആക്സിസ് ആണ് വേണ്ടത്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് AH² ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് ഫിഗർ, h എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ് ആണ്. അപ്പോൾ ദീസ് ടു ആക്സിസിൽ എനിക്കറിയാം ഇവിടം തൊട്ട് സെക്കൻഡ് ഫിഗറിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 പ്ലസ് 230/2 നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതാണ്. ഇനി ഇവിടെ മുതൽ സെൻട്രോയിഡ് വരെയുള്ള ടോട്ടൽ ബോഡിയുടെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായിരുന്നു y ബാർ. അത് കിട്ടിയത് 91 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മൈനസ് 91 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസ് ആണ് ഈ h എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് IG XX, അതായത് ടോട്ടൽ ബോഡിയുടെ സെൻട്രോയിഡ് ആണ് G. ആ ജിയിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് ആക്സിസ് ആണ്? XX ആക്സിസ്. അപ്പോൾ IG XX എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത്രയാണ്. ഇത് കിട്ടിയത് എങ്ങനെയാണ്? ഫസ്റ്റ് ബോഡി അബൌട്ട് XX ആക്സിസ് പ്ലസ് സെക്കൻഡ് ബോഡി അബൌട്ട് XX ആക്സിസ്. അപ്പോൾ ഇങ്ങനെ IG XX കിട്ടും. ഇതേപോലെ IG YY കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെ നോക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IYY ആണ്. അപ്പോൾ IYY ഓഫ് ദി ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗറിന്റെ അബൌട്ട് YY പ്ലസ് സെക്കൻഡ് ഫിഗറിന്റെ അബൌട്ട് YY. അപ്പോൾ ഫസ്റ്റ് ഫിഗറിന്റെ അബൌട്ട് YY എടുക്കുമ്പോൾ IYY അബൌട്ട് 1 എന്ന് പറയുന്നത് നമ്മൾ പാരലൽ ആക്സിസ് തിയറം വെച്ച് തന്നെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ എടുക്കുക. ഫസ്റ്റ് ഫിഗറിന്റെ സെൻട്രോയിഡിലുള്ള പാസ് ചെയ്യുന്ന വൈക്ക് പാരലൽ ആയിട്ടുള്ള ആക്സിസ് അതാണ് A3 B3 എന്ന് പറയുന്നത് IA3 B3 പ്ലസ് AH² ആയിരിക്കും. പ്ലസ് A ഇൻറ്റു H² എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അറിയാം. ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഇതിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 125/2 ആണ്. അതാണ് 62.5. ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ടോട്ടൽ ബോഡിയുടെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 28.49. ഇതാണ് എക്സ് ബാർ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മൈനസ് 28.49 അതായിരിക്കും നമ്മുടെ H². ഓക്കെ, അപ്പോൾ H എന്ന് പറയുന്നത് എന്തായിരുന്നു? H എന്ന് പറയുന്നത് 62.5 മൈനസ് 28.49. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? IYY1 കിട്ടും. ഇതെടുത്ത് IYY2 എന്ന് പറയുന്നത് എന്തായിരിക്കും? IYY2 എന്ന് പറയുന്നത് സെക്കൻഡ് ബോഡിയുടെ അബൌട്ട് YY ആക്സിസ് ആണ് വേണ്ടത്. അപ്പോൾ YYക്ക് പാരലൽ ആയിട്ട് സെക്കൻഡ് ബോഡിയുടെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ YYയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക.
അപ്പോൾ എബൌട്ട് A4B4 അതാണ് YYക്ക് ആക്സസ് പാരലൽ ആയിട്ടുള്ള ആക്സസ് ആണ് A4B4. അപ്പോൾ എബൌട്ട് A4B4 ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക സെക്കൻഡ് ബോഡിയുടെ പ്ലസ് AH². അപ്പോൾ A4B4ന്റെ വാല്യൂ എന്തായിരിക്കും? പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബ് ബൈ 12 ആണ്. പാരലൽ എന്ന് പറയുന്നത് 230 ആണ്, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 20 ആണ്. 230 ഇൻറ്റു 20 ക്യൂബ് ബൈ 12 പ്ലസ് AH². A എന്ന് പറയുന്നത് 230 ഇൻറ്റു 20 ഇൻറ്റു H എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാ ഈ ആക്സസ് ഈ എൻഡിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ടോട്ടൽ ബോഡിയുടെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ബാർ ആയിരുന്നു, അതാണ് 28.49. ഇനി ഈ എൻഡിൽ നിന്ന് സെക്കൻഡ് ബോഡിയുടെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് അതെന്ന് പറയുന്നത് 20യുടെ പകുതി ആയിരിക്കും, അത് 10 ആണ്. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നതാണ് H. ആ H² ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് IY/2 കിട്ടും. ഓക്കെ, ഇനി ഈ രണ്ട് വാല്യൂസും IY/1ഉം IY/2ഉം കൂടെ സം ചെയ്യുമ്പോഴാണ് എനിക്ക് IGYY കിട്ടുന്നത്. ഓക്കെ, IGYY എനിക്ക് കിട്ടാൻ പോകുന്നത് 72887.37 mm/4 എന്ന് കിട്ടും. ഓക്കെ, സോ ഹോപ്പ് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഡിഫറെന്റ് ആക്സസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ചെയ്തത്. എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും സെൻട്രോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതിന്റെ ബേസിക് ഐഡിയ അറിഞ്ഞിരിക്കണം. പിന്നെ രണ്ടാമത് ബേസിക് ഫിഗേഴ്സിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദെയർ സെൻട്രോയിഡൽ ആക്സസ് ഫോർമുല അറിഞ്ഞിരിക്കണം. പിന്നെ പാരലൽ ആക്സിസ് തിയറം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ നമസ്കാരം.